ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യം നമുക്ക് വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവരുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവുകിറ്റി വേദനപ്പെട്ട് നിലവിളിച്ചു. അടുത്ത വാക്യം, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാനായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. ഇത്രയും ഭാഗം ഇവിടെ ഉള്ള പ്രതിപാദ്യ വിഷയം എന്താണെന്ന് പരിശോധിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായിരുന്നു. ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവ അധിവസിക്കുന്ന സ്ഥലം എന്ന് ഉള്ള അർത്ഥത്തിലല്ല. സ്വർഗം എന്നുള്ള പദത്തിന് ആകാശമെന്ന് പരിഭാഷയുണ്ട്. ഭൂമിയെ വിട്ടിട്ടുള്ള ഉയർന്ന മണ്ഡലങ്ങൾ, അങ്ങനെയൊക്കെ പരിഭാഷ ചെയ്യാവുന്ന പദമാണ്. ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയ മേഖലയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയങ്ങളല്ല, ആത്മീയതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയം പിന്നത്തേതിൽ വരും, അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ആത്മീയ മണ്ഡലത്തിൽ കാണും. ഈ സ്ത്രീ നിസ്സാരമായ സ്ത്രീയല്ല. ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് സൂര്യനെയാണ്. വസ്ത്രം ധരിക്കുന്നത് പോലെ സൂര്യനെയാണ് ധരിച്ചിരിക്കുന്നത്. ആ സ്ത്രീ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ചന്ദ്രൻ്റെ മുകളിലാണ്. അവളുടെ കാൽക്കീഴ് ചന്ദ്രൻ. അവരുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടമാണ് ഈ സ്ത്രീയുടെ തലയിൽ ഇരിക്കുന്നത്. വളരെ വിലയുള്ള ഒരു വ്യക്തിയാണ്. ആത്മീയ മേഖലയിൽ ഇരിക്കുന്ന ഈ സ്ത്രീ. വേദപുസ്തകത്തിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സഭകളെ കാണിക്കുന്നതിന് വേണ്ടി സ്ത്രീയുടെ പേരിൽ അങ്ങനെ പറയുന്നു. യെരുശലേം പുത്രി, ഇസ്രായേലിലെ യെരുശലേം പുത്രി എന്ന് സംബോധനയാണ്.
കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെക്കുറിച്ച് സ്ത്രീ എന്ന് പറയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. സ്ത്രീയെക്കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ സഭയെ സൂചിപ്പിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ സ്ത്രീ 12 നക്ഷത്രങ്ങളുള്ള കിരീടമാണ്. 12 നക്ഷത്രങ്ങൾ 12 അപ്പോസ്തലന്മാർ. കാൽക്കീഴ് ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ ന്യായപ്രമാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ ക്രിസ്തുവിനെയും പുതിയ പ്രമാണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ പ്രകാശം കുറവാണ്. സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത്. അത് മങ്ങിയ വെളിച്ചമാണ്. യേശുക്രിസ്തുവിനെ നീതി സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ദൈവിക നിർണയങ്ങളുടെ അടിസ്ഥാനം ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ പ്രമാണവുമാണ്. ഈ 2 പ്രമാണങ്ങളും കൂട്ടിച്ചേർന്നിട്ടാണ് സുവിശേഷമാകുന്ന ആ മഹാ അനുഗ്രഹം പൂർത്തിയാകും. ഇവിടെ ഈ സ്ത്രീ ചന്ദ്രൻ കാൽക്കീഴ് 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, 12 അപ്പോസ്തലന്മാരെ, സൂര്യനെ അണിഞ്ഞിരിക്കുന്നു സ്ത്രീ. സൂര്യൻ യേശുക്രിസ്തുവാണ്. അപ്പോൾ അവിടെ ഒന്നിനും കുറവില്ല. അതിമഹത്തായ ഒരു ഔന്നത്യത്തിൽ ആണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ഈ സ്ത്രീ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അത്രയും പറഞ്ഞ ഒരു ഭാഗം അവിടെ നടത്തുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ഗർഭിണിയാണ്. ഗർഭിണിയായാൽ അത് ഒരു സന്താനം പിറക്കുവാൻ കുറച്ച് സമയമെടുക്കും. അതവിടെ പറഞ്ഞു നിർത്തിയിട്ട് മറ്റൊരു വിഷയം കർത്താവ് ഇവിടെ അപ്പോസ്തലനെ കാണിക്കുകയാണ്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചു. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ 4 രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കും. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ ഭൂമിയിൽ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. അതിൽ അവസാനം വരുന്ന സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിനെ കുറിച്ച് ദാനിയേലിന് ഒരു ദർശനം ദൈവം കൊടുക്കുന്നു. ഒരു ദർശനം നെബൂഖദ്നേസറിനും ഒരു ദർശനം ദാനിയേലിനും ഒരേ വിഷയത്തെ സംബന്ധിച്ചാണ്. ദാനിയേൽ ആദ്യം കാണുന്നത് ഒരു സിംഹത്തെയാണ്. സിംഹം അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കും. രണ്ടാമത് കാണുന്നത് ഒരു കരടിയെയാണ്. സിംഹം, കരടി. അത് മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ കാണിക്കും. മൂന്നാമത് പുലിയെയാണ്.
പുലി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മയിൽ പുള്ളിപ്പുലിയാണ്, ശീഘ്ര വേഗതയുള്ള പുള്ളി. ഇത് അലക്സാണ്ട്രിയൻ സാമ്രാജ്യമാണ്. പിന്നെ നാലാമത് പറയുന്നത് പ്രത്യേക ഒരു ആകൃതിയും ഷേപ്പില്ലാത്ത ഒരു ഹിംസ്ര ജന്തു എന്നാണ്. അതിന് പ്രത്യേക ഒരു രൂപമില്ല. മറ്റു 3 മൃഗങ്ങൾക്കും അതിൻ്റേതായ ഒരു രൂപമുണ്ട്. ഇവിടെ പറയുന്ന, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് പറയുന്നത്, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. വെളിപ്പാട് 12:3 7 തലയും 10 കൊമ്പുകളും തലയിൽ 7 രാജമുടിയും ഉള്ളതായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അപ്പൊ നമ്മൾ ദാനിയേലിൽ കണ്ട 4ാമത്തെ മൃഗം ഒരു ഹിംസ്ര ജന്തു എന്ന പറഞ്ഞു. പ്രത്യേക രൂപമില്ല, അതിൻ്റെ രൂപം പറഞ്ഞില്ല. അതുപോലെ ഒരു രൂപ ഇവിടെയും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ നിർണയങ്ങൾ പൂർത്തിയിലേക്ക് വരുന്നതുവരെ നിലനിൽക്കുന്ന സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണെന്നുള്ളതാണ്. അതിന് പ്രത്യേക ആദർശങ്ങളില്ല, അതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. അത് ചവിട്ടുകയും മെതിക്കുകയും കാൽ കൊണ്ട് മാന്തിക്കളയുകയും ചെയ്യും. അത് ഹിംസ്ര ജന്തുവാണ്. കൊല്ലാനും തിന്നാനും അതിന് മടിയില്ല. ഈ 4ാമത്തെ മൃഗം അത് പണ്ടും അങ്ങനെയാണ്. കർത്താവിനെ ക്രൂശിച്ചതും കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ കൊന്നതുമൊക്കെ ആ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുക. അത് ബഹുകാലത്തേക്ക് നിലനിൽക്കേണ്ട സാമ്രാജ്യമാണ്. അപ്പൊ ഈ സാമ്രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ രാജ്യം യേശുക്രിസ്തു ഇവിടെ സ്ഥാപിക്കും. അപ്പം അതിനു മുമ്പായിട്ടുള്ള സംഗതികൾ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആത്മീയമായ വിഷയങ്ങൾ, രാഷ്ട്രീയമായ വിഷയങ്ങൾ, ഇതെല്ലാം ഈ റോമൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പക്ഷെ അത് സാമ്രാജ്യം എന്ന നിലയിൽ അതിൻ്റെ ശക്തി പണ്ട് ക്ഷയിച്ചു പോയി. അതിൻ്റെ ചെറിയ ചെറിയ വശങ്ങളെ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ റോമൻ സാമ്രാജ്യം. അതിൻ്റെ ഒരു വശം തീർത്തും നശിച്ചുപോയി. രാഷ്ട്രീയ റോമ തീർത്തും നശിച്ചുപോയി. ആ രാഷ്ട്രീയ റോമായെയും ആത്മീയ റോമായെയും നയിക്കുന്ന ആ ഭരണം ഇന്നും നിലനിൽക്കുന്നു. ആ ഭരണങ്ങളോടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇനി മുമ്പോട്ടുള്ള വ്യാഖ്യാനങ്ങൾ മുഴുവനും. അപ്പം അതുകൊണ്ട് ഈ പ്രത്യേക ആകൃതിയില്ലാത്ത ഈ മൃഗം, ആ മൃഗം എന്താ ചെയ്തെന്നറിയോ? അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി. ഈ മഹാസർപ്പത്തിൻ്റെ വാൽ, ഇത് മഹാസർപ്പം എന്നാ പറയുന്നത്. അവിടെ ദാനിയേലിൽ ഹിംസ്ര ജന്തു എന്ന് പറഞ്ഞു, ഇവിടെ മഹാസർപ്പം എന്ന് പറഞ്ഞു. ഈ മഹാസർപ്പത്തിൻ്റെ വിശേഷതയാണ് നമ്മൾ വായിച്ചത്. അതിന് 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടി, തീനിറമുള്ളതാണ്. ആര് കണ്ടാലും ഒന്ന് ഭയക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ പേര് മഹാസർപ്പമാണ്. എന്താണ് ഈ മഹാസർപ്പം ചെയ്തത്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ 3-1 എന്ന് പറയുന്നത് എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. 3-1 പറയുന്നത് ലോകത്തിൻ്റെ ജനസംഖ്യയിൽ 1/3 ഭാഗം ക്രൈസ്തവരാണ്. ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ക്രൈസ്തവരല്ല,
പേരുകൊണ്ട് ക്രൈസ്തവരായി തീർന്നിരിക്കുന്നവരാണ്. വിശ്വാസം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ക്രൈസ്തവരായവരല്ല. അത് നാമധേയ ക്രൈസ്തവർ എന്നാണ് വേദപുസ്തകം. നോമിനൽ ക്രിസൻഡം അതാണ്. ഇതാണ് ലോകത്തിൽ മൂന്നിലൊന്ന് നിലനിൽക്കുന്നത്. ലെബാനോനിൽ ഇപ്പോൾ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അവിടെ മുഹമ്മദീയരുണ്ട്, പിന്നെ സുന്നി എന്ന് പറയുന്ന ഒരു ഷിയ വിഭാഗം ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. 2-3 കൂട്ടം വിഭാഗക്കാർ അവിടെയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ആകെ മൊത്തം ജനസംഖ്യ എടുത്താൽ 1/3 ക്രൈസ്തവരാണ്. ഈ 1/3 ക്രൈസ്തവരെ ഈ മഹാസർപ്പം തൻ്റെ വാലുകൊണ്ട് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇല്ലാത്ത ഒരവസ്ഥയിലായി തീരുക. എന്താണ് അവരുടെ അഭിമതം? ഞങ്ങൾ ക്രൈസ്തവ ത്തിൻ്റെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഇത് രാഷ്ട്രീയ റോമായാണ് ഇവിടെ മഹാസർപ്പം എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിന് ഒന്ന് ആത്മീയ റോമ എന്നും 2 ഭാഗം. പാശ്ചാത്യ റോമ, അങ്ങനെ 2 ഭാഗം. ഇതില് കിഴക്കൻ റോമൻ, പടിഞ്ഞാറ് റോമ. ഒന്നിനൊന്ന് ക്ഷയിച്ചു തുടങ്ങി. ആത്മീയ റോമയുടെ ഭാഗത്തിനാണ് ഇടയായി. കാരണം അന്ന് പോപ്പിൻ്റെ അവകാശം എന്താണെന്നറിയാവും. പോപ്പ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. ആത്മീയവും രാഷ്ട്രീയവുമായ അധികാരങ്ങൾ പോപ്പില് കേന്ദ്രീകരിക്കണം, അല്ലേ? ദൈവികമായ അധികാരമുള്ള ആളാണ് വലിയവൻ, രാഷ്ട്രീയം പിന്നെ അവൻ. അങ്ങനെ രാഷ്ട്രീയ റോമയ്ക്ക് ശക്തി കുറഞ്ഞു, ആത്മീയ റോമ വളർന്നു. രാഷ്ട്രീയ റോമ ശക്തി പ്രാപിച്ചപ്പോൾ എന്തായി? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കാലശേഷം വന്ന ദൈവത്തിൻ്റെ ദാസൻ വിധത്തിലേക്ക് ആയി ക്രിസ്തുമത പീഡ ആരംഭിച്ചു. അതില് പീഡിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നാമധേയ ക്രിസ്ത്യാനികളെയല്ല. നാമധേയ ക്രിസ്ത്യാനികളും റോമൻ സാമ്രാജ്യവും ഒന്നായി തീർന്നുകൊണ്ടാണ് ഈ പീഡനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. ക്രിസ്തുമത പീഡ ആരംഭിച്ചു 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. അത് 2-3 നൂറ്റാണ്ടുകളിൽ ഒരു ദീർഘമായ കാലഘട്ടത്തേക്ക് പീഡ ഇങ്ങനെ ഉണ്ടായി. യഥാർത്ഥമായ സത്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ ഉദ്ദേശം. അതിന് നാമധേയ ക്രൈസ്തവ മതങ്ങളെ കൂട്ടുപിടിച്ചു. നാമധേയ ക്രിസ്ത്യാനികളെയും അന്ന് നിലവിലിരുന്ന റോമൻ ഗവൺമെൻറ്റിനെയും കൂട്ടുപിടിച്ച്
ഒന്നും രണ്ടും ലോക മഹായുദ്ധകാലങ്ങളിലൊക്കെ പീഡനങ്ങൾ വളരെ വലുതായിട്ടുണ്ടായി. അതിൻ്റെ ആരംഭമുണ്ടായി. അതിനെക്കുറിച്ച് അപ്പസ്തലൻ പറഞ്ഞു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് യോഹന്നാൻ അപ്പസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വിധത്തിലുള്ള ക്രിസ്തുമത പീഡകൾ അഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് കുസ്തന്തീനോസ്, ജാതീയനായ കുസ്തന്തീനോസ്, നമ്മൾ ഇന്നലെ പറഞ്ഞ ആ വിഷയത്തിലുണ്ടാകും, അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തുമതം രാജകീയ മതമായി തീരുകയും ചെയ്തു. അങ്ങനെ ക്രിസ്തുമത പീഡ അവസാനിച്ചു. അപ്പൊ താൽക്കാലികമായിട്ട് വലിയ പീഡനങ്ങൾ ഒരു അയവ് വന്നു. അപ്പൊ ഈ മഹാസർപ്പം അതിൻ്റെ വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ അധികാരം കുറെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഭൂമിയിലേക്ക് ഭൂമി എന്നുദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരെ സംബന്ധിച്ചാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് 12:1-2 കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇവിടെ 5-ാം വാക്യത്തിൽ അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ ത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കും. ഈ ആൺകുട്ടി നാമധേയ ക്രൈസ്തവ മാർഗങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ അധികാരം ഇരുമ്പുകോൽ കൊണ്ട് സകല ജാതികളെയും മേയ്ക്കുന്ന അധികാരമാണ്. നാമധേയ ക്രൈസ്തവ മാർഗത്തിൻ്റെ മേലധ്യക്ഷന്മാർ യഥാർത്ഥ സത്യസഭയിൽ നിന്നവരിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയും. നമ്മൾ എഫെസോസിലെ സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ എഫെസോസിലെ സഭ നിർമ്മലമായിരുന്നു. പെർഗമോസിലെ സഭയുടെ കാലമായപ്പോഴത്തേക്കും നിക്കോലാവേര്, കള്ള അപ്പോസ്തലന്മാര്, കപടവേലക്കാര് എല്ലാം സഭയിൽ ഉയർത്തെഴുന്നേറ്റു. അവരിൽ നിന്ന് രൂപം കൊണ്ട് അവരിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ് ഈ നാമധേയ ക്രൈസ്തവ സഭ പ്രസവിച്ച ആൺകുട്ടി. അത് നാമധേയ സഭകളുടെ മേലധ്യക്ഷന്മാർ. കുട്ടി ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. ഇവിടെ ആത്മീയ പ്രസ്ഥാനത്തിനൊരു അധികാരി ഉണ്ടായിരിക്കുന്നു. ഇനി ആരെയും ഭയപ്പെടേണ്ട. ആ കുട്ടി എന്താ ചെയ്യണേ? ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും. ഈ ഇരുമ്പുകോൽ കൊണ്ട് എന്നുള്ള പ്രയോഗം ഇവിടെ വന്നതുകൊണ്ട് ആളുകളുടെ വിചാരം 2-ാം സങ്കീർത്തനത്തിൽ ഒരു വാഴ്ചയെക്കുറിച്ച് പറയുന്നു. 2-ാം സങ്കീർത്തനം, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും എന്നൊരു പ്രവചനം
യേശുക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ആ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അവിടെ ആ വാക്യം അവിടെ സങ്കീർത്തനത്തിലുള്ളത് കൊണ്ട് ആളുകൾ പെട്ടെന്ന് ഈ പറയുന്ന പ്രയോഗത്തിലേക്ക് വരിക. ഏതാ? ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്നവൻ ഈ ആൺകുട്ടിയാണെന്നാണ് ചിലരുടെ ഒരു മിഥ്യാധാരണ. ഇതാണ് ഇത് യേശുക്രിസ്തു ആണെന്നാ പറയണത് ചിലരെ. ഇന്ന് വേദപുസ്തകപരമായി കുറെ കൂടെ അറിവുള്ള ഒരു വിഭാഗക്കാരാണ് യഹോവ സാക്ഷികൾ. അവരുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, ഈ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാൻ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു അല്ല എന്ന് അപ്പൊ അവർക്ക് മണ്ടത്തരാവും. അവര് പഠിക്കില്ല. ഇത് യേശുക്രിസ്തു ആണെന്നങ്ങ് എഴുതി വെച്ചു. കയറ് എടുത്തോളാൻ പറഞ്ഞു, കിടാവിനെ കെട്ടാൻ. അങ്ങനെ അങ്ങനെ കുറെ ഉദയത്തങ്കന്മാരുണ്ട് ഈ ക്രൈസ്തവ. എടുത്താൽ ദിവസം കാണാം നരകം, മനുഷ്യാത്മാവിന് മരണമില്ല, യേശു ദൈവപുത്രനൊന്നുമല്ല, യേശു ദൈവമാണ്. യേശുവും പരിശുദ്ധാത്മാവും പിതാവും ദൈവവും ചേർന്ന ത്രിയേക ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്? നമ്മൾ പ്രസംഗിക്കുന്ന അതിൻ്റെതായ തെളിവ് തരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ കാര്യം അപ്പൊ ഈ ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കണ്ട് ഉടനെ തന്നെ ഇത് യേശുക്രിസ്തു ആണെന്ന് എഴുതി കഴിഞ്ഞു. അങ്ങനെ എഴുതാൻ പാടില്ല. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കും. സ്ത്രീ സാധാരണ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമോ? നമ്മൾ പല സ്ത്രീകളും പ്രസവം കഴിഞ്ഞ് ഉപേക്ഷിച്ചെന്നും പറഞ്ഞ് പേപ്പറിലിടും. എന്നിട്ട് പ്രസവം കഴിഞ്ഞ് ഉപേക്ഷിച്ച കുട്ടിയെ പോലീസുകാരെടുക്കും, തള്ളേനെ തിരക്കി പോകും പോലീസ്, ഇല്ലേ? ഈ സ്ത്രീക്ക് എന്തെങ്കിലും മര്യാദ ഉണ്ടോ ഇവിടെ? മര്യാദയുള്ള സ്ത്രീയാണോ ഇത്? അല്ല. സ്ത്രീകൾ സമ്മതിക്കല്ല, എന്നെ തെറ്റ് ചെയ്താലും ഞങ്ങളാ ചെയ്തതെന്ന് പറയും. അപ്പൊ ഈ കുട്ടിയെ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ സിംഹാസനത്തിലേക്ക് എടുക്കും. സ്ത്രീ ജീവനും കൊണ്ട് ഓടി. എങ്ങോട്ടാ ഓടിയെ? മരുഭൂമിയിലേക്ക് ഓടി. അപ്പോ അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. അപ്പൊ ഇവിടെ ദൈവം ഈ കുട്ടിയുടെ കൂടെയാണോ നിന്ന്? ഈ ആൺകുട്ടിയുടെ കൂടെയാണോ നിന്നത്? നിങ്ങൾക്ക് പറയാമോ? ദൈവം ആരുടെ കൂടെ അപ്പം നിന്നെ? ദൈവം ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ പോവാ, അല്ലേ? ആൺകുട്ടി ദൈവം അറിഞ്ഞില്ലേ? അത് ഈ ആൺകുട്ടി സിംഹാസനത്തിൽ കയറിയാൽ ദൈവം അറിഞ്ഞില്ലേ? ദൈവം വേറെ കണ്ട് എനിക്ക് പോയപ്പോഴാണ് അവിടെ കയറിയിരുന്നത്. ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീയെ സംരക്ഷിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ഇത് ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു സഭയല്ലത്. ആ സഭയിൽ നിന്നല്ല, യേശുവിന്റെ സത്യവചനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കുട്ടിയല്ല ഈ സ്ത്രീ പ്രസവിച്ച സഭ.
അതിൻ്റെ മേലധ്യക്ഷന്മാര് ദൈവം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവർ സിംഹാസനത്തിലിരിക്കുവോ വാഴുവോ എന്തു വേണേലും ചെയ്തോട്ടെ, ഈ സ്ത്രീയെ സംരക്ഷിച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതെങ്ങനെ മനസ്സിലാക്കും? 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശം കേട്ട് വളർന്നു വന്ന സത്യസഭ, അതായത് എഫെസോസിലെ സഭ, അത് ഏറെക്കുറെ വളരെ ക്ലിയർ സഭയായി. പിന്നീട് മറ്റ് 6 ഘട്ടങ്ങളിൽ കൂടി സഭയിൽ വന്ന മാറ്റങ്ങൾ അത് മറ്റൊരു ലൈനിലേക്ക് ഒരു വിഭാഗം മാറി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിട്ട് ഒരു വിഭാഗം മാറി. സത്യത്തിൻ്റെ ആ വേലയിൽ മാത്രം ഒരു ചെറിയ വിഭാഗം മാറി. അങ്ങനെ ആ വലിയ വിഭാഗത്തിൽ നിന്നും പിറന്നു വീണ കുട്ടിയാണ് ഈ ആൺകുട്ടി. ആ ആൺകുട്ടിയാണ് ഇപ്പോൾ കാണുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മണ്ഡലത്തെ. അപ്പൊ അവരിൽ നിന്നും, ആ ആൺകുട്ടിയിൽ നിന്നും രക്ഷ നേടാനാണ് ഈ സ്ത്രീയെ ദൈവം മരുഭൂമിയിലേക്ക്, അത് സത്യസഭയാണ്, 1260 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര? 3.5 വർഷം. 3.5 വർഷം കൊണ്ട് കർത്താവിൻ്റെ സഭ പൂർത്തിയാവുമോ? ഇല്ല. അപ്പോൾ യഹൂദ കൃപായുഗത്തിൻ്റെ കാലത്ത് 3.5 വർഷം ഇസ്രായേൽ ദൈവകൃപ അനുഭവിച്ചു. പിന്നീടുള്ള 3.5 വർഷം ജാതികൾക്കായിരുന്നു. ആ ജാതികളിൽ നിന്നും പിന്നെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വരുന്നവർക്ക് വേണ്ടി ബാക്കിയുള്ള കാലങ്ങൾ നീക്കിവെച്ചു. ആ നീക്കിവച്ചിരിക്കുന്ന കാലത്തിൽ പെടും ഈ പറയുന്ന കാലഘട്ടങ്ങളെല്ലാം. അത് കർത്താവിൻ്റെ 2-ാം വരവ് വരെ സഭയുടെ തിരഞ്ഞെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം പറയാമെന്ന് വിചാരിച്ച് ഇത്രയും പറഞ്ഞു.